വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. ഇന്ന് കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 5 മണി മുതലുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ എഴുന്നേൽക്കുന്നത് അതിനുമൊക്കെ വളരെ മുൻപാണ്. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ പ്രാർത്ഥനയൊക്കെ എൻ്റെത് കഴിഞ്ഞു കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 5 മണി മുതലുള്ളത് വ്ളോഗ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രെയർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുവാണ്. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ ബ്രഷ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ബ്രഷിങ്ങൊക്കെ രാവിലെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അത് കാണിക്കുവാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി അതിനുശേഷം ടവൽ ഡ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിനെ കൂടെ നമ്മൾ കെയർ ചെയ്യണം. മീൻസ് ഇപ്പോഴത്തെ കുട്ടികൾ വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ആഫ്റ്റർ 40 നമ്മളത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് മുറാദിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. മുറാദിൻ്റെ. അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മോയ്സ്ചറൈസർ, മുറാദ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. അപ്പോൾ പുള്ളി സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ, ഫേസ് മോയ്സ്ചറൈസറാണ്. അത് മുഖത്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം മുറാദിൻ്റെ തന്നെയാണ് സൺസ്ക്രീൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കും സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. അല്ല, നമ്മൾ വീട്ടിൽ ആണെങ്കിൽ തന്നെയും ഈ UV റേസൊക്കെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ് ബാം ഞാൻ യൂസ് ചെയ്യും. സെബാമെഡിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫേസിൽ ഞാൻ ഇത്ര തന്നെയാണ് രാവിലെ ചെയ്യുന്നത്. ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് സൺസ്ക്രീനും ഇട്ടതിന് ശേഷം ലിപ് ബാമും. ഇതും കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയറിൻ്റെ ഇതാണ്. എനിക്ക് ഭയങ്കര ഹെയർ ഫോളാണ്. ഹെയർ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഇത്രയെങ്കിലും ഉള്ളത്. എനിക്ക് ഇത്രയൊന്നും ഹെയർ ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഒട്ടും ഹെയർ ഇല്ല എൻ്റെ തലയിൽ. ഇത്രയെങ്കിലും നിൽക്കുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ പുറത്താണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് പോയതിന് ശേഷം ഈ ഹെയറൊക്കെ കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ. അപ്പോൾ രാവിലെ തേക്കാനുള്ള സിറവും രാത്രി തേക്കാനുള്ള സിറവും പിന്നെ ടാബ്ലറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 4 ഡ്രോപ്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയൊക്കെ ചീകി നല്ല വൃത്തിയായി കണ്ടോ. അപ്പോൾ ഇത്രയും ഡെയിലി ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തലയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ഈ ചീപ്പിലൊന്നും ഇങ്ങനെ അഴുക്ക് പറ്റുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ചീപ്പൊക്കെ നന്നായിട്ട് കഴുകി വെച്ചു. പിന്നെ നമ്മളത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ വാഷ് ബേസിൻ ആ ഏരിയയും കൂടെ അപ്പം തന്നെ അങ്ങ് കഴുകി വൃത്തിയാക്കി ഇടും. അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു. അത് എപ്പോഴും നമ്മൾ വാഷ് ബേസിൻ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ജോബ് ഉണ്ടാവില്ല, ഇതിൻ്റെ കൂടെ തന്നെ കഴിയും. അപ്പോൾ അതിനുശേഷം രാവിലെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ രാവിലെയാണ് ഞാൻ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നത്. ഒത്തിരി വെള്ളം അതിന് വേണ്ട. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും കുറച്ച് താഴെ അതിൻ്റെ ആ റൂട്ടിലൊഴിക്കും. അത് ബാക്കി ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ എല്ലാ ചെടികൾക്കും ഇപ്പോൾ കുറേ ചെടികൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ല. ഹെൽത്തി പ്ലാന്റ്സ് കിട്ടിയാലല്ലേ നമുക്കിരിക്കുള്ളൂ. ഇൻഡോറിൽ തന്നെ കുറച്ചൊന്നും എനിക്ക് കിട്ടിയത് അത്ര ഹെൽത്തി ആയിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ പോയി. അപ്പോൾ അതിനൊക്കെ പുറത്തിരിക്കുന്നതിനൊക്കെ ഇത് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഡാനിക്കുട്ടൻ എഴുന്നേറ്റു. ഡാനിക്കുട്ടൻ എൻ്റെ ഇവിടെ എന്തെങ്കിലും ഒരു സൗണ്ട് ഒന്ന് എന്താ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടാൽ മതി, ഇക്രു തുടങ്ങി കൊടുക്കും. എന്നിട്ട് ഇക്രു മിണ്ടാണ്ടിരിക്കും. ഡാനി ബാക്കി ബഹളം വെച്ച്. അങ്ങനെ ഞാൻ ഡാനിയുടെ അടുത്തൊക്കെ പോയി പിന്നെ പുറത്തിരിക്കുന്ന പ്ലാന്റ്സിനും കൂടെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഞാൻ ആദ്യമേ അങ്ങ് ചോറ് വെച്ച് വയ്ക്കും. കാരണം രാവിലെ ഡാനിക്കും ഇക്രുവിനും ഒക്കെ ചോറ് കൊടുക്കണമല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ അല്ലാത്ത ദിവസം ഇന്ന് ചോറില്ലായിരുന്നു. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പൂരി ബാജിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങും ക്യാരറ്റ് സവാള എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇത് ഈസി ആയിട്ട് വെക്കുന്ന ഒരു പൂരി ബാജിയാണ്.
അപ്പോൾ അത് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ സവാള, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് വഴറ്റി അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. അതിനുശേഷം കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു വിസിൽ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ നമ്മുടെ ബാജി റെഡിയാണ്. ഇത് എക്സ്ട്രാ നമുക്ക് ഒരു പണിയില്ല, വളരെ ഈസിയാണ്. അതിനുശേഷം ഞാൻ പൂരി ഉണ്ടാക്കുകയാണ്. പൂരി ഉണ്ടാക്കുന്നത് തലേദിവസം ഞാൻ പൂരി ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ്, അതിനെക്കുറിച്ച് പറയാവേ. അപ്പോൾ ഞാൻ ഈ ഫുഡ് പ്രോസസ്സറിലാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് ഹാഫ് കപ്പാണ്. അപ്പോൾ ഹാഫ് കപ്പിൻ്റെ 1.5 കപ്പ് മാവ് ഫുഡ് പ്രോസസ്സറിൽ ഞാൻ കാണിച്ചില്ലേ, ആ ബ്ലേഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ബ്ലേഡ് ഇട്ട് കൊടുത്ത് അതിൽ ഇതിട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം, ആ ഒരു കപ്പില്ലേ അത് 1/2 കപ്പാണ്, അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇതെടുക്കുമ്പോഴത്തേലും ഇത് നന്നായിട്ട് എന്താ പറയുന്നത് നീഡ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് അധികം ഇതൊന്നുമില്ല, ഇച്ചിരി ഒന്ന് ഞാനതിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുഴച്ചവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുഴയ്ക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് ഞാനിങ്ങനെ പരത്തി സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചു. കണ്ടോ പൂരി ഉണ്ടാക്കുന്നത്. ഞാനിതൊക്കെ സ്പീഡായിട്ട് കാണിക്കുന്നതുകൊണ്ടാട്ടോ എനിക്ക് അധികം ഇതായിട്ട് പറയാൻ പറ്റാത്ത. അപ്പോൾ പിന്നെ അതിനുശേഷം വീടൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടു. വീട് അടിച്ചുവാരി ഇട്ടത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഡാനിനെയും ഇക്രൂനെയും ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. കണ്ടോ ഡാനീനെ ഒരു ടേബിളൊക്കെ കൊണ്ടിട്ട്, ഡാനി ഒരു വിധത്തിൽ വരുന്നില്ല കേട്ടോ, ഭയങ്കര ബഹളമാണ്. പിന്നെ അവനെ കണ്ടോ എന്തോരം ബഹളം അവൻ കാണിക്കുന്നതെന്നറിയാം. അവന് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. പിന്നെ ഞാനിങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ട് നിൽക്കുക, പേടിച്ചതേ കണ്ടോ എൻ്റെ പുറത്തോട്ടങ്ങ് വലിഞ്ഞ് കയറുക, ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനെ ഇങ്ങനെ കുഞ്ഞി പിള്ളേരെ പോലെ ഭയങ്കര പാടായിരുന്നു അവനെ ചെയ്യാൻ. സാധാരണ ഞാൻ ഗ്രൂം ചെയ്യുന്നത് പുറത്ത് കൊണ്ടുപോയിട്ട് ആണ് ഗ്രൂം ചെയ്യുന്നത്. ഇവരുടെ ഒരു പെറ്റ്സിന് ഗ്രൂം ചെയ്യുന്ന ഇവിടെ ട്രിവാൻഡ്രത്ത് ബാർക്കോഡ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ഗ്രൂം ചെയ്തുകൊണ്ടിരുന്നത്. പിള്ളേരുണ്ടായിരുന്നപ്പോഴത്തേലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിള്ളേരൊന്നീ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ പിള്ളേരുടെ കൂടെ കൊണ്ടുപോകും. കാരണം 2 പേരില്ലേ, ഒറ്റയ്ക്ക് 2 പേരെയും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് 2 പേരെയും പിടിക്കാൻ. 2 പേരും അടങ്ങിയിരിക്കുന്നവരല്ല. അപ്പോൾ ഒരാൾ ഒരിടത്തോട്ടോടും, ഒരാൾ വേറൊരിടത്തോട്ടോടും. കാറിലാണെങ്കിലും അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിള്ളേരുണ്ടായിരുന്നപ്പോൾ അവരും കൂടെയൊക്കെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പാവും. പക്ഷേ ഇപ്പോഴ് പിള്ളേർ പോയതിന് ശേഷം ഹസ്ബൻഡിന് ജോലിക്ക് പോകണ്ടേ, അപ്പോൾ പുള്ളിക്ക് വരാനായിട്ട് സമയമില്ല. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, ഡോഗ്സിനെ ഇഷ്ടമാണ്, അവർക്ക് ചോറ് കൊടുക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പുറത്ത് കൊണ്ടുപോകുന്നതും വരുന്നതും അതൊക്കെ പുള്ളിക്ക് എന്തോ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇവരുടെ സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഷെഡ് ചെയ്യുന്ന സ്കിന്നാണ്. പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് ഫർ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ എത്ര കുളിപ്പിച്ചിട്ട് തുടച്ചിരുന്നിരുന്നാലും നമ്മൾ ഡ്രൈ ചെയ്തിരുന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് മോയിസ്റ്റ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ പുറത്ത് വരും. പിന്നെ അവർക്കത് സ്കിൻ അലർജീസിനൊക്കെ ഒത്തിരി ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും മുടി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് കളയും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബോഡി ഷേവിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേല് അവർക്ക് പിന്നെ ഷെഡിങ് വളരെ കുറവാണ്, സ്കിൻ ഡിസീസസ് കുറവാണ്. അങ്ങനെ ഒത്തിരി ഇത് എൻ്റെ ഡോക്ടറും കൂടെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോഴത്തേല് കുറേ നല്ലതാണ്. അതിനുശേഷം ഡാനിക്ക് സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവൻ്റെ സ്കിന്നിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പിന്നെ ഷെഡിങ് തീരെയില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേല് അപ്പം എനിക്ക് പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പം ഞാൻ എന്തോ ചെയ്തു, ഞാൻ തലേദിവസം പോയിട്ടൊരു ട്രിമ്മർ വാങ്ങിച്ചു. പെറ്റ്സിൻ്റെ ട്രിമ്മറാണ് കേട്ടോ ഇത്. ഹ്യൂമൻസിൻ്റെ ട്രിമ്മർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രിമ്മർ മേടിച്ച് കഴിഞ്ഞിട്ട് എന്തുവാ, ഞാനാണ് ഈ ഒരു ട്രിമ്മർ എന്ന് പറയുന്ന സാധനം കൈകൊണ്ട് എടുത്തിട്ടുമില്ല, പിടിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കൈകൊണ്ട് എടുക്കുന്നത്. എന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെങ്ങനെ ചെയ്യും. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടോ
ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ പേടിച്ച് ചാടി എൻ്റെ പുറത്തോട്ട് കയറി. അവന് ഭയങ്കര പേടിയാണ്. അവൻ ഒന്നാമത് ഈ ഉയരങ്ങളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്തൊക്കെ കയറ്റി നിർത്തുന്നതൊക്കെ അവന് ഭയങ്കര പേടിയാണ്. അവൻ പണ്ട് ഇതുപോലെ മേളിൽ നിന്ന് താഴെ വീണ് പോയിട്ടുള്ളത്. അതിനുശേഷം അവന് കുഞ്ഞിലെ വീണതുകൊണ്ട് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞാനിങ്ങനെ പെറ്റ് ചെയ്താണ് ഇങ്ങനെ പാമ്പർ ചെയ്ത് ഒക്കെയാണ് അവനെ അത് ചെയ്യിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് അന്നത്തെ ദിവസം വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക് ഇങ്ങനത്തെ ഇതിനോടൊക്കെ ഭയങ്കര അലർജിയാണ്. അപ്പം ഞാനിത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് പിന്നെ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവരെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ അങ്ങ് എങ്ങനെയും പോട്ടെ എന്ന് വിടാനായിട്ട് എനിക്ക് മനസ്സനുവദിക്കാറില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. പക്ഷേ ചെയ്തത് നല്ലതായിട്ട് വന്നു. നന്നായിട്ട് അവർ ഗ്രൂം ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തെടുത്തു. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കേട്ടോ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെ ദൈവമേ ഒന്നും പറ്റില്ല. കാരണം എനിക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദേഹം വല്ലതും മുറിയോ എന്നുള്ളതാണ് എൻ്റെ പേടി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ഞാൻ തന്നെ ചിലപ്പം വിറച്ച് വീണുപോയി എന്ന് വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ടാണ് ചെയ്തത്. പക്ഷേ ഡാനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇക്രൂനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇക്രൂതാ ഇങ്ങനെ തന്നെ കിടക്കും, അവൻ എഴുന്നേറ്റ് തരത്തേയില്ല. കണ്ടോ, അവസാനം അവൻ്റെ ഈ അകത്തുള്ള മുടികൾ കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഹസ്ബൻഡിനെ ഞാൻ ഒന്ന് വിളിച്ചു, ഒന്ന് പിടിച്ച് താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് പുള്ളി പിടിച്ചു തന്നു. അതെന്നെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ആ അകത്തുള്ള മുടി, കാരണം അവന് ഇങ്ങനെ മറിഞ്ഞു തരുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഞാനതൊക്കെ എടുത്തു. എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഡാനി ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കുഞ്ഞായില്ലേ, കംപ്ലീറ്റ് ഇതൊക്കെ പോയി കഴിഞ്ഞപ്പം ആശാൻ കുഞ്ഞായി ഇപ്പോഴും പേടിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് കുളിപ്പിച്ചതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. കുളിപ്പിച്ച് നല്ല കുട്ടപ്പന്മാരാക്കി ഡാനിക്കുട്ടൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് മക്കൾക്ക് അയച്ചു കൊടുക്കണം. കാരണം മക്കളെ എപ്പോഴും ചോദിക്കും, അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും വിളിക്കുമ്പോഴത്തേലും അവരുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇക്രു ആണെങ്കിൽ പിന്നെ കണ്ടോ, ഇക്രുവിനെ കുളിപ്പിച്ചുകൊണ്ടൊന്ന് നിർത്തിയപ്പോൾ അതിൻ്റെ എല്ലാ ദേഷ്യവും കൂടെ അവനങ്ങനെ കുരയ്ക്കുകയും ബഹളം വയ്ക്കുകയൊന്നുമില്ല. അതാ ഇങ്ങനെയൊക്കെ കാണിക്കും. എന്നിട്ട് അവൻ ഫോട്ടോയ്ക്ക് നിന്നില്ല, എങ്ങനെയോ ഒരു ഫോട്ടോ കിട്ടിയതാണ്. അടുത്ത ഫോട്ടോയ്ക്ക് ഇതാ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. അങ്ങനെ അവനെയും ഒക്കെ കുളിപ്പിച്ച് അതിന് ശേഷം ഇവരുടെ ദേഹമൊക്കെ തുടച്ചതിന് ശേഷം ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിട്ട് കൊടുത്തിട്ട് ഇന്നിട്ട് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി നോക്കിയപ്പോഴേക്കും അതൊക്കെ തന്നെത്താനെ ഊരി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടേതല്ലല്ലോ യഥാർത്ഥത്തിൽ. ഇത് എന്ന് പറയുന്നത് ബേബീസിൻ്റെതാണേ, അല്ലാതെ ഡോഗ്സിൻ്റെ ഡ്രസ്സല്ല ഇത്. അപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടോ ഇങ്ങനെ കുളിപ്പിച്ച് ഇതാക്കി. പക്ഷേ അത് അത്രയും കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. കാരണം ട്രിമ്മിങ് എന്നൊക്കെ പറയുമ്പോഴത്തേലും നമ്മൾ വിചാരിക്കും ഇത് ഈസിയാണെന്ന്, പക്ഷേ അല്ല, ഭയങ്കര സ്ട്രെയിനുള്ള ഒരു പണിയാണ്. കാരണം ഒറ്റയ്ക്കും കൂടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്കിത് ശീലവും ഇല്ലാത്തതാണല്ലോ. എന്നാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റി. അവരെ റെഡിയാക്കി. അതിനുശേഷം എനിക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി കുളിച്ചതിന് ശേഷം രാത്രിയിൽ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വന്ന് രാത്രിത്തെ ഒരു സ്കിൻ കെയറാണ് കാണിക്കുന്നത് കേട്ടോ. രാത്രി ഇതുപോലെ തന്നെ ഒന്ന് ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം മുരാദിൻ്റെ തന്നെ നൈറ്റ് ക്രീമുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ക്രീമാണ് ഫേസിൽ രാത്രി അപ്ലൈ ചെയ്യുന്നത്. രാവിലെ ഡേ മോയ്സ്ചറൈസറും രാത്രിയും ഇത് നൈറ്റ് ക്രീമാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യും. അതിനുശേഷം അൺഡ്രൈ ക്രീമാണിത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കണ്ണിന് ചുറ്റും. അതെൻ്റെ ഓർക്കയില്ലായ്മയുടെയും കൂടെ ഉണ്ട്, പിന്നെ വയ്യായികയുടെയും ഉണ്ട്. അപ്പോൾ കണ്ണിന് ചുറ്റും എന്നും രാത്രി അതും അപ്ലൈ ചെയ്യും. അങ്ങനെ കണ്ണിന് ചുറ്റും അതുമൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ ലിപ് ബാം ചുണ്ടിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ ഇതാണ് എന്താ പറയുന്നത്, രാത്രിയിലേക്ക് ഉള്ള തലയിൽ ഇടാനുള്ള ഇതൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കേട്ടോ. അതും കൂടി ഒരു 1 ml തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും. ആ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ചീക്കിയതിന് ശേഷം കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് നൈറ്റ് കെയർ. അപ്പോൾ അതിനുശേഷം തലയിലേക്ക് ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറാണ്. അപ്പം ഹെയറിലിടാനുള്ളൊരു മോയ്സ്ചറൈസറാണ്, അത് ലോറിയലിൻ്റെയാണ്. അപ്പോൾ ഹെയറിൽ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ക്ലീനിങ് വീഡിയോ ആയിട്ട്, ഞാൻ ക്ലീനിങ് വീഡിയോ ഇന്നൊന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഹാൻഡ് ക്രീമുണ്ട്, അത് മറന്നുപോയതാണ് കേട്ടോ പറയാനായിട്ട്. അപ്പം ഹാൻഡും നന്നായിട്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ കാലിലേക്ക് ഉള്ളതും സെപ്പറേറ്റ് ഉണ്ട്, കയ്യിലേക്കുള്ളതും സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലേക്കുള്ള ക്രീമൊക്കെ ഇട്ടു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.